225ാമത് എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സെഷനിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെയിൽസ് കോച്ച്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് എന്നീ നിലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. 40ഓളം രാജ്യങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച, ട്രെയിനിങ് രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം ആൽബട്രോൺസ് ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ കൂടിയാണ്. പ്രിയപ്പെട്ട എസ് എ അഥവാ ഷൗക്കത്ത് അലി ഇറോത്ത് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടോസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിലും JCI ഇന്ത്യയിലും നേതൃനിരയിൽ തിളങ്ങിയ ഇദ്ദേഹം ഇന്ന് തിങ്കിങ് ട്രാപ്സ് എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ഏറെ സ്നേഹാദരങ്ങളോടെ ഷൗക്കത്ത് അലി സാറിന് ഡിവിഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാമിന്റെ ഡയറക്ടർ നൂസിയ മാഡം, അതുപോലെ തന്നെ ഷമീമ ഷാജിർ, ഇതിന്റെ അണിയറ പ്രവർത്തകർ, മുഴുവൻ പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട ഷൗക്കത്ത് അലി സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഓവർ ടു ഷൗക്കത്ത് അലി. താങ്ക് യു സലീം സർ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഓഡിബിൾ ആണല്ലോ, വിസിബിൾ ആണല്ലോ അല്ലേ? ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നു. ഗ്രേറ്റ്, ഗുഡ്. എല്ലാവർക്കും സ്നേഹം. ഇത് എവിടുന്നൊക്കെയോ ആരൊക്കെയോ വേൾഡ് വൈഡ് ആയിട്ട് കാണുന്നതൊക്കെ ഞാൻ അറിയുന്നു. ഏകദേശം നമ്മൾ 62 പേരുണ്ട്. എൻ്റെ വീഡിയോ ഓണാണ്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് രാവിലെ കാണാനും കാണിക്കാനും ഒക്കെ പ്രയാസം ഉണ്ടാവും. എങ്കിലും ഉള്ളത് വെച്ച് പരസ്പരം കണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ആടോടിക്കാട്ടിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ പൊതുവേ പറഞ്ഞതാ. ഓക്കെ, ഫൈൻ. വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. എന്റെ സ്ലൈഡ് കാണാലോ അല്ലേ? ശരി. തിങ്കിങ് ട്രാപ്സ്. തിങ്കിങ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കുലുമാല കേസാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഓവർ തിങ്കിങ് ആണ്. ഞാൻ എൻ്റെ ചെറിയൊരു കഥ സൊല്ലട്ടുമാ. എൻ്റെ ഉമ്മയ്ക്ക് ഞങ്ങൾ കുറേ മക്കളുണ്ട്. ഞങ്ങളൊരു ജില്ലയായി പ്രഖ്യാപിച്ചതെന്നൊക്കെ ആലോചിച്ച കാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ആദിയാണ്, എല്ലാ ഉമ്മമാരെ പോലെയും. ഇപ്പൊ ആരെങ്കിലും ലേറ്റ് ആയിട്ടൊക്കെ വന്നാലേ, ആരെങ്കിലും അന്നത്തെ കാലത്തൊക്കെ കോഴിക്കോട് പോവാന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലുതാവും. 10, 35, 40 കൊല്ലം വന്ന കഥയെ ഞാൻ പറഞ്ഞത്. ഉമ്മയ്ക്ക് അത് ഭയങ്കര ആദിയാണ്. അപ്പൊ വൈകുന്നേരം ഉമ്മ പറയും, ഇനി അഥവാ എന്തെങ്കിലും പറ്റിയാലും, ഇനി പറ്റിയിട്ട് ആക്സിഡന്റ് ആയിട്ട് മോർച്ചറിയിലാണോ ഉള്ളെങ്കിൽ എങ്ങനെ ആൾക്കാർ തിരിച്ചറിയും എന്ന് പറഞ്ഞ് ഉമ്മ ഇരിപ്പിന് എല്ലാം തീർക്കും. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞാൽ ഉമ്മയ്ക്ക് ഭയങ്കര ഓവർ തിങ്കിങ്. പിന്നീട് എന്നോട് ഉമ്മ ഏറ്റവും കൂടുതൽ പറയാറ്, മോനെ, എൻ്റെ ഓവർ തിങ്കിങ് എനിക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ തന്നിട്ടുണ്ട്. ഉമ്മ ഓവർ തിങ്കിങ് എന്നുള്ള വാക്കല്ല, ഞാൻ ഈ കൂടുതൽ ചിന്തിക്കുന്ന രീതി ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. ഉമ്മ എപ്പോഴും പറയാറുണ്ട്. ഉമ്മ ഇപ്പം അത്ര അങ്ങോട്ട് അതിലില്ല. ഉമ്മ കുറച്ചും കൂടി കുറഞ്ഞിട്ടുള്ള ഉമ്മേനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉമ്മയുടെ മാത്രം ഒതുങ്ങുന്നതാണോ? നമ്മളിൽ ഓരോരുത്തരുമുള്ള ഏറിയും കുറഞ്ഞുമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിലർക്കത് മാനേജ് ചെയ്യാൻ പറ്റും, ചിലർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ. നമ്മളിപ്പോൾ ഓവർ തിങ്കിങ്ങിലേക്ക് മാത്രം പോകുന്നില്ല, നമ്മൾ ആ ഓവർ തിങ്കിങ്ങിലേക്ക് എടുക്കുന്നുമില്ല. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ട്രാപ്പ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് നമ്മൾ വളരെ ചുരുങ്ങിയ 3 തിങ്കിങ് ട്രാപ്പിങ്ങിലേക്ക് മാത്രം. ഈ തിങ്കിങ് ട്രാപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ നിസ്സാരമായ ഡിസിഷനിൽ വലിയ വളരെ കഴിവുള്ള സ്മാർട്ട് പീപ്പിൾ മേക്ക് സിലി ഡിസിഷൻസ് എന്നതിലേക്ക് എത്തുന്നത്. നമ്മൾ ആ ഒരു സിലി ഡിസിഷനിലേക്ക് എത്തുന്നതിന്റെ കാരണം ഈ തിങ്കിങ് ട്രാപ്പാണ്, വേറെ കാരണങ്ങളൊന്നുമില്ല. ഈ സെഷൻ നിങ്ങളെ വിൽ നോട്ട് ടീച്ച് യു എനിത്തിങ് ന്യൂ. നിങ്ങൾക്ക് അറിയാത്തതൊന്നും എനിക്ക് പറയാനില്ല. ബട്ട് ഇറ്റ് വിൽ ഷോ യു ഹൗ ഓഫൺ യു ആർ റോങ്. ഞാനും നിങ്ങളും എത്രത്തോളം പല സമയത്തും റോങ് ആയിരുന്നു ഇങ്ങനെയുള്ള തിങ്കിങ്ങിൽ എന്നുള്ളത് ചില പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ശരി പറയുകയല്ല, ചില പെർസ്പെക്റ്റീവാണ്. നമുക്കറിയാലോ, നമ്മൾ ചിലപ്പോൾ വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ വിടും. വളരെ കൂളായിട്ട് നമുക്കറിയാം ആ മെസ്സേജ് ശരിയാണെന്ന്. ആസ് ഇഫ് ലൈക്ക് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. തന്നെ നമ്മൾ അയക്കുക, മെസ്സേജ് അയക്കുക. അതിനനുസരിച്ച് നമ്മൾ വി ടേക്ക് ആക്ഷൻസ്.
എന്നിട്ട് നമുക്ക് ഞാൻ അടിപൊളി, എനിക്ക് ആ ആക്ഷൻ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയല്ലോ, ഐ ഫീൽ പ്രൗഡ് അബൌട്ട് ഇറ്റ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാണ്, ഷടാ ഞാൻ മനസ്സിലാക്കിയത് മുഴുവൻ തെറ്റായിരുന്നു. ഐ ഹാഡ് കോൺഫിഡൻ്റ്ലി മിസ്അണ്ടർസ്റ്റുഡ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെ ലൈഫിൽ നമ്മൾ പലപ്പോഴും എത്തിയിട്ടുണ്ടാവില്ലേ? ഒന്ന് യെസ് പറയാമേ, പറ്റുമെങ്കിൽ. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും എത്താറില്ലേ? അല്ലേ? Yes. ചാറ്റ് ചെയ്താലും മതി കേട്ടോ, യെസ് ഇട്ടാലും മതി. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഒരു ചുരുങ്ങിയ പക്ഷം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം വളരെ ഓഫ്റ്റൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അലോൺ അല്ല, യു ആർ നോട്ട് അലോൺ. നമ്മളെല്ലാവരും ഒന്നിച്ചൊരു ബോട്ടിലാവുള്ളേ. ഈ ആക്ച്വലി വി ഡോണ്ട് മേക്ക് റോങ് ഡിസിഷൻസ്. വി ഡോണ്ട് മേക്ക് റോങ് ഡിസിഷൻ ബിക്കോസ് വി ആർ നോട്ട് സ്മാർട്ട്. നമ്മൾ സ്മാർട്ട് അല്ലാത്തത് കൊണ്ടല്ല. വി ടേക്ക് റോങ് ഡിസിഷൻ ബിക്കോസ് അവർ തിങ്കിങ് പ്ലേസ് ട്രിക്ക് ഓൺ അസ്. അതാണ് കാര്യം. നമ്മുടെ ഈ തിങ്കിങ് ട്രാപ്പാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ സ്മാർട്ട് അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ വിസ്ഡം ഒന്നുമല്ല വിഷയം. ഈ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ്. നമ്മുടെ ചിന്തയെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ശരി, സി, നമ്മുടെ ബ്രെയിൻ ദ ഫാസ്റ്റസ്റ്റ് ഷോർട്ട് കട്ടാണ് ലോകത്തെ. ഇത്രയും ഷോർട്ട് കട്ടായിട്ടുള്ള ഒരു സാധനം വേറെയില്ല. നമ്മൾ വാട്സപ്പ് ഫോർവേഡ് നോക്കണേ, പെട്ടെന്ന് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ കെട്ടകാലത്ത്. അപ്പൊ ഈ വാട്സപ്പ് ഫോർവേഡ് ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? വി ഡോണ്ട് വെരിഫൈ, വി ഗെറ്റ് carried away with that content, we will get motivated or influenced and we forward. നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും, അത് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യും, അവസാനം നമ്മളത് വെരിഫൈ ചെയ്യാതെയാണ് വിടുന്നത് നമുക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ബ്രെയിനിന്റെ കാര്യത്തിൽ സ്പീഡാണ് കാര്യം, നോട്ട് ആക്യുറസി. ബ്രെയിൻ വളരെ മടിയനാണ്. അതിന് പെട്ടെന്ന് എനർജി കൺസേർവ് ചെയ്യണം, അധികം എനർജി ചെലവാക്കുന്ന ഇഷ്ടമല്ല. സോ ഇറ്റ് ലൈക്ക് ടു ആക്ച്വലി കീപ് ഹിസ് എനർജി ഓൺ ഇറ്റ്സ് ഓൺ. സോ ആക്യുറസിനേക്കാളും കൂടുതൽ സ്പീഡാണ്. അപ്പൊ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഈ തിങ്കിങ് ട്രാപ്പിലേക്ക് ഉൾപ്പെടുക എന്നുള്ളതാണ്. ചെറുതായിട്ട് നോക്കാം. ബ്രെയിൻസ് പ്രയോറിറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇറ്റ്സ് സ്പീഡ് ഓവർ ആക്യുറസി. ആൻഡ് ദ പ്രോബ്ലം, എന്താണ് പ്രോബ്ലം? ഈ ഷോർട്ട് കട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആണ്, പെട്ടെന്ന് കഴിയും, സമയബന്ധിതമായോ കാര്യക്ഷമമോ ഒക്കെ തോന്നും, ബട്ട് ഒരുപാട് തെറ്റുകൾ വന്നേക്കാം. ഓക്കെ, ദ റിസൾട്ട് എന്താ? നമ്മൾ തിങ്കിങ് ട്രാപ്സിലേക്കാണ് പെടുന്നത്. ഈ ഒരു സ്പീഡിൽ ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു പ്രോബ്ലം ഏരിയ ഇതാണ്. റിസൾട്ട് ഇതാ. ഈ റിസൾട്ട് ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം. ഓക്കെ, അതിന് 3 തിങ്കിങ് ട്രാപ്പാണ് നമുക്കുള്ളത്. ഓരോന്നോരോന്ന് നമ്മളിന്ന് പറയും, സമയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. നോക്കാം. ശരി, കൺഫർമേഷൻ ബയസ്, അസംഷൻ ട്രാപ്പ്, ഓവർ തിങ്കിങ് ട്രാപ്പ്. അങ്ങനെ 3 ആണ് നമുക്ക്. നോട്ട് ഓവർ തിങ്കിങ്, ഓവർ കോൺഫിഡൻസ് ട്രാപ്പ്. ഓവർ തിങ്കിങ് നമ്മൾ പറയുന്നില്ല. ശരി, അത് ചെറുതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് പോയി. ട്രാപ്പ് നമ്പർ 1, കൺഫർമേഷൻ ബയസ്. സി, നമ്മളൊരു കൊളീഗ് വീട്ടിൽ വന്നു. ഈ കൊളീഗ് ഉണ്ടാവുണ്ട് നമ്മുടെ കല്യാണത്തിൽ നമ്മളൊരാൾ കണ്ടു. നമ്മളൊരു കല്യാണത്തിലാണ്, നമ്മളത് കണ്ട് സംസാരിക്കുമ്പോൾ അയാളെ കണ്ട ഉടനെ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്. വളരെ ജാട കേട്ടോ, ഒരു മനുഷ്യന്റെ ഒരു രീതിയാണ്. ഞാൻ മൊത്തത്തിൽ അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഞാൻ എന്റെ സെഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ അത് നിങ്ങൾ അതിൽ ട്രാപ്പ് ചെയ്ത് പോകണ്ട. അപ്പോ ഷീസ് അരോഗന്റ് അല്ലെങ്കിൽ ഹീസ് അരോഗന്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മിണ്ടാണ്ടിരിക്കുക. സി, ആറ്റിറ്റ്യൂഡ്. അയാൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ച ആരോഗ്യം എന്നുള്ള സാധനം നമ്മൾ പിന്നെയും സിമെന്റ് ചെയ്യാണ്. അയാൾ ഭയങ്കര ബിസിയാണ്, ഓഫീസിലാണെങ്കിൽ അയാൾ ഭയങ്കര ബിസിയാണ്. ടു പ്രൗഡ് ടു ടോക്ക്. എന്തൊരു ജാടിയ, സംസാരിക്കുന്നില്ല കേട്ടോ. പിന്നെ ഹീ സ്മൈൽസ്, ഹീസ് ഫേക്ക്. സ്മൈൽ ചെയ്താൽ പറയും അത് യഥാർത്ഥ സ്മൈൽ അല്ല, ഫേക്കാണ്. ഇനി അഥവാ അയാൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത്, നമ്മളെന്തോ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് കൂട്ടിയോ, അത് ഷോയിങ് ഓഫ്. ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ വി ഡോണ്ട് ലുക്ക് ഫോർ ട്രൂത്ത്, വി ലുക്ക് ഫോർ എഗ്രിമെന്റ്. നമ്മൾ ബിലീഫ് ചെയ്ത നമ്മുടെ ഒരു ബിലീഫിനെ നമ്മൾ വീണ്ടും വീണ്ടും കൺഫേം ചെയ്യുക, എഗ്രി ചെയ്യുക. ദിസ് ഇസ് വാട്ട് ഹി ഈസ്. ബിക്കോസ് നമ്മൾ ആദ്യമേ ഒരു കൺഫർമേഷൻ ഉണ്ടായി, ഹി ഈസ് എൻ അരോഗന്റ് ഗായ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആ സത്യം നമ്മളങ്ങോട്ട് ചിന്തിക്കില്ല, പകരം ഈ കൺഫർമേഷൻ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. എവറിഥിങ് കൺഫേംസ് യുവർ ബിലീഫ്, എവറിഥിങ് കൺഫേംസ് യുവർ ബിലീഫ്. അയാൾ ചിരിച്ച പ്രശ്നം, അയാൾ മിണ്ടാണ്ടിരുന്ന പ്രശ്നം, അയാൾ എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ പ്രശ്നമാണ്. See what happens. Why is not working? Yes. Once we label someone,
നമ്മൾ ഒരാളെ അരോഗന്റ് ആണെന്ന്, അല്ലെങ്കിൽ അയാൾ ഇന്നതാണെന്ന്, അല്ലെങ്കിൽ ആ വിഷയം ഇന്നതാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി എന്താ പറയുക? നമ്മുടെ പണി ഒരു ഫുൾ ടൈം ജോബ് ഉണ്ട് നമുക്ക്. പിന്നെ ആ ഫുൾ ടൈം ജോബിന്റെ പേരാണ് വി ബിക്കം ദ ഫുൾ ടൈം എവിഡൻസ് കളക്ടർ. നമ്മൾ ആ തെളിവ് സംഘടിപ്പിക്കുന്നതിന്റെ ഫുൾ ടൈം ജോബിലാണ് നമ്മളൊന്ന് വിശ്വസിച്ച് പോയല്ലോ, അതിനെ സിമെന്റ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല ഡിബേറ്റ് ചെയ്ത് ജയിക്കുന്നത്, സ്വന്തത്തോട് ജയിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും പടവെട്ടിയിട്ട് ഞാൻ വിശ്വസിച്ചത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഈ ഒരു ട്രാപ്പിനാണ് കൺഫർമേഷൻ ബേസ് എന്ന് പറയുന്നത്. സി, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കുറെ ആൾക്കാരെ ജഡ്ജ് ചെയ്തിട്ടാവില്ലേ? അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് അയ്യോ അയാൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടാവില്ലേ? 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 ഉണ്ട്. താങ്ക് യു സബിത. ഓക്കെ, താങ്ക് യു. അപ്രീഷിയേറ്റഡ്. ഓക്കെ, ഗുഡ്, ഫൈൻ. സി, നമുക്ക് കൺഫർമേഷൻ ബയസിൽ റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന ചില സിനാരിയോ ജസ്റ്റ് ഞാൻ ക്വിക്കായിട്ട് പറയാം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹയറിംഗ് ഡിസിഷൻ. ഈ ഹയറിംഗ് ഡിസിഷൻ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇന്റർവ്യൂവിൽ ആളെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്രെയിമിൽ അങ്ങ് വെച്ചേക്കും, ഇയാൾ ഇങ്ങനെയാണ്, അയാളുടെ ഡ്രസ്സ്, അയാളുടെ നോട്ടം, ചിരി, അതിലങ്ങോട്ട് ചെയ്യും. പല 30 സെക്കൻഡ്സിൽ ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ അത് വെച്ച് ആ ഫ്രെയിമിൽ വെച്ച് അയാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. ആ ഇന്റർവ്യൂ അവസാനം ചിലപ്പോൾ നമുക്ക് അയാൾ നല്ല ആളായിരിക്കില്ല, അല്ലെങ്കിൽ ചീത്ത ആളായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആളായിരിക്കില്ല, വട്ടവർ. പക്ഷെ ഈ ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ വെച്ച് നമ്മൾ അയാൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അതിന് നമുക്കൊരു ന്യായീകരണമുണ്ട്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നും പറഞ്ഞാൽ നമ്മൾ ഇതിനെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിനിങ്ങിലൊക്കെ ട്രെയിനേഴ്സ് അവരെ പാർട്ടിസിപ്പൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ബട്ട് വാട്ട് ഹാപ്പൻസ്? ലാസ്റ്റ് നമ്മൾ ആ ട്രാപ്പിൽ കൊടുക്കും, അവർ ശരിക്കും മോശമാണെന്ന് തീരുമാനിക്കും, നമ്മുടെ ട്രെയിനിങ്ങും വളരെ പൂറായിട്ട് പോകും. കാരണം പാർട്ടിസിപ്പൻസ് ലെവൽ അനുസരിച്ചല്ലോ ട്രെയിനിങ് നടക്കുക. ഫൈൻ. ഇത് ശരിക്കും പറയുന്നത് അതിന്റെ ട്രാപ്പ് എന്താ? ഫസ്റ്റ് ഇംപ്രഷൻ ആർ ഫാസ്റ്റ്. അടിയാ, ബെസ്റ്റ് ആണ്, പക്ഷെ ഫാസ്റ്റും ആണ്. ബെസ്റ്റ് എന്നുള്ളൊരു വാക്ക് ശരിക്കും എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹെൽപ്പ്, ബട്ട് നോട്ട് ഓൾവേസ് ഫെയർ. ദിസ് ഇസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. Okay, let us see. Next trap is trap number 2, assumption trap. ഊഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. മറ്റേത് നമ്മൾ ഒരു കാര്യം ഊഹിച്ചിട്ട് നമ്മൾ കൺഫർമേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കൺഫർമേഷൻ ട്രാപ്പ്. ഇത് അസംഷൻ ട്രാപ്പ്. ബോസ് എന്ന് പറയാണ്, ഫോർ എക്സാമ്പിൾ ബോസ് എന്ന് പറയുന്നു, ഡാഡാ യു ഫിനിഷ് ഇറ്റ് ക്വിക്ലി. അപ്പം ടീം മെമ്പേഴ്സ് ഫൈൻ സർ, വിൽ ഡു ഇറ്റ്. അവരെന്താ ചെയ്യുക? ദേ റഷസ്, ദേ സ്കിപ്സ് ചെക്സ്, nothing is being checked and makes a lot of mistakes. Both house ആണ് ചോദിക്കുക, why do you guys make a lot of mistakes? അപ്പൊ ടീം മറുപടി പറയുന്നത് എന്താ? സോ യു സെഡ് ഇറ്റ് ക്വിക്ലി. സി, അവിടെ എന്താ സംഭവിച്ചേ? അയാള് പെട്ടെന്ന് വേണമെന്നാ പറഞ്ഞേ, ഇപ്പൊ ടീം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാ. പെട്ടെന്ന് വേണമെന്നാണ് ശരി. അപ്പൊ അവര് മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല, തെറ്റും ശരിയൊന്നും നോക്കിയില്ല, ടീം തന്നെ ചെയ്തു. Actually, in organization, not in organization, family or in society, wherever, quickly means 5 different things for 5 different people. Okay, assumptions are shortcuts. അത് നമ്മളൊന്ന് ഊഹിച്ചുറപ്പിക്കുന്നത് നമുക്ക് ലോങ്ങർ പ്രോബ്ലം തരികയും ചെയ്യാം, അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യാം. When in doubt, check, don't guess. ഇതാണ് the rule of the game. എന്താണെങ്കിലും when in doubt, you go by the rules. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? അതുപോലെ തന്നെയാ when in doubt, check. നമ്മൾ ഗസ് ചെയ്തൊരു കാര്യം ചെയ്യാൻ അയാൾ എങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ കാണേണ്ടതില്ല. കുറച്ച് റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇമെയിലൊക്കെ നമ്മൾ ഒരു ടോണ് മാറിയാൽ, നമ്മൾ വളരെ ഫോർമലായിട്ട് വിട്ട് കഴിഞ്ഞാൽ ആളുകൾ, ഓ ഇയാൾ എന്തൊരു ചാടിയാണ്, ഇങ്ങനെ ഫോർമലായിട്ടൊക്കെ വിടുന്ന കാര്യമുണ്ടോ? ഇനി അഥവാ അയാൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ അസംഷൻ വരികയാണ്, ഓ എന്തൊരു ജാടയാണ് റിപ്ലൈ ചെയ്തൂടെ, ഹി കുഡ് ബി ഇൻ എ മീറ്റിംഗ്, അങ്ങനെയാവാം. ബട്ട് നമ്മൾ അത് നമ്മുടേതായ രീതിയിൽ പ്രോസസ് ചെയ്യാം. ട്രാപ്പ് നമ്പർ 3, ഓവർ കോൺഫിഡൻസ് ട്രാപ്പ്. ഞാൻ മുകളിൽ ഗുവാഹത്തി എന്നുള്ളത് ഞാൻ മാച്ചില്ലല്ലേ, ഇത് അവർക്ക് വേണ്ടി ചെയ്തൊരു സെഷനും കൂടി ആയിരുന്നു കേട്ടോ. ഓക്കെ, ട്രാപ്പ് നമ്പർ 3, ഓവർ കോൺഫിഡൻസ് ട്രാപ്പ്. ഇത് ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എലക്ഷൻസിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറ്റാറുണ്ട്, മാർക്കറ്റിംഗ് കമ്പനികൾക്ക് മാർക്കറ്റിംഗ് ലൈഫിൽ ചെയ്ത് പറ്റാറുണ്ട്, ട്രെയിനർക്ക് പറ്റാറുണ്ട്, ആർക്കും ഇത് എവിടെയും അപ്ലിക്കബിൾ ആണ്. സ്പൗസസിന് പരസ്പരം പറ്റുന്ന ഒന്നാണ്. ഈ ആത്മവിശ്വാസം നമ്മളെ പലതിലേക്ക് നയിക്കാറുണ്ട്. നമ്മൾ ഒരു പുതിയ ഡിവൈസ് വാങ്ങി, പുതിയതാണ്,
പണ്ടെങ്ങാണ്ട് അതിന്റെ ഒരു വേർഷൻ 15 വർഷം മറ്റേ ഉപയോഗിച്ച് കാണും. അതൊക്കെ മാറി ഇപ്പൊ AI എനേബിൾഡ് സാധനമാണ്. അതിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിലെന്താ, ഐ നോ ദിസ് ഓൾറെഡി എന്നൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ നോക്കില്ല, അവസാനം മെസ്സപ്പ് ചെയ്യും, അതാകെ ടോട്ടലി ഗുഫ്ഡ് അപ്പ്. ആ ഡിവൈസ് തന്നെ കുളമാകുന്ന അവസ്ഥയിലേക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് വരും. ഇങ്ങനെയുള്ള ഈ ഓവർ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും സംഭവിക്കാറില്ലേ? ഇല്ലേ ഇല്ലേ? അങ്ങനെയല്ലേ? Yes, yes. Yeah. Fine. See, the more familiar something feels, the less carefully we think. നമ്മുടെ ശ്രദ്ധ കുറയും എന്നർത്ഥം. നമുക്കിത് കൂടുതൽ പരിചിതമാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കുറയും. നമുക്കറിയാം എന്നൊരു തോന്നൽ വന്നതോടുകൂടി. നമ്മൾ ഓൾറെഡി ഞാനിത് മെൻഷൻ ചെയ്താൽ, വി ഡോണ്ട് ഫെയിൽ ബിക്കോസ് വി ഡോണ്ട് നോ, വി ഫെയിൽ ബിക്കോസ് വി തിങ്ക് വി ഓൾറെഡി നോ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ആയത് കൊണ്ടല്ല, അല്ലാത്തത് കൊണ്ടല്ല നമ്മളിങ്ങനെ ആവുന്നത്. നമ്മുടെ തിങ്കിങ് ട്രാപ്പ് പ്ലേ ട്രിക്ക് ഓൺ അസ്. അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. സി, എനിക്കതിലൊരു ഒരു ടേക്ക് അവേ പറയാനുള്ളത്, കോൺഫിഡൻസ് ഈസ് ഗുഡ്, അൺചെക്ഡ് കോൺഫിഡൻസ് ഈസ് റിസ്കി. നല്ലതാ, ആത്മവിശ്വാസം വേണം. പക്ഷേ നമ്മൾ അതിൻ്റെ പുറകെ കാര്യങ്ങൾ നോക്കാതെ, അതിനെ കൃത്യമായി മെറ്റിക്കുലസ് ആയി നീങ്ങാതെ, അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലേക്ക് ഇറങ്ങാതെ നമ്മൾ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് നമ്മളെ ഒരു വല്ലാത്ത റിസ്കിലേക്ക് എത്തുന്നേ ഉള്ളൂ. അത് ലൈഫിൽ നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. We have got almost 23 minutes here. I've got a couple of slides as well. Fine. See, ഇക്വിക്കലായിട്ട് നമ്മൾ ഓരോന്നോരോന്നും ഏത് ട്രാപ്പാണെന്നൊന്ന് പറയണേ. ആദ്യം ചാറ്റിൽ വന്നാലും മതി, അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ഓക്കെ, റേസ് ചെയ്ത് പറഞ്ഞോ, അതാ നല്ലത്. വോയിസ് പറഞ്ഞോട്ടോ, ഇതേത് ട്രാപ്പാന്ന് പറഞ്ഞത്. യെസ്, ഹി ഡിഡ്ന്റ് ഗ്രീറ്റ് മീ, ഹി ഹാസ് എ ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ട്രാപ്പാ? അസംഷൻ ആണോ? ഓൾമോസ്റ്റ് അസംഷൻ ആണ്, പക്ഷെ അവിടെ വേറൊരു സാധനമുണ്ട്. നമ്മൾ അയാളുടെ കൺഫർമേഷൻ ബയസ് ആണ്. നമ്മൾ അയാളുടെ രീതി നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അസംഷൻ തന്നെ നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ല, വി ആർ സോ കൺഫേം ദറ്റ് ഹി ഹാസ് ആൻ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം. അല്ലേ? ഗ്രീറ്റ് ചെയ്യാത്തതിന്റെ കാരണം ആറ്റിറ്റ്യൂഡ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഊഹിക്കുകയല്ല. നമുക്ക് എന്നിട്ട് അതിന്റെ പുറകെ നമ്മൾ എവിഡൻസിന്റെ പുറകെ പോവുകയാണ്. കൺഫർമേഷൻ ബയസ്. നെക്സ്റ്റ്, this always works, no need to check. Overconfidence. Confirmation basis. അല്ലല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. കൺഫർമേഷൻ എന്ന് പറയാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഐ ഡോണ്ട് ഡിസഗ്രി. ബട്ട് അത് മോസ്റ്റ്ലി ഓവർ കോൺഫിഡൻസ് ആണ്. എനിക്ക് അറിയാന്നുള്ള സാധനമാണ്. എനിക്ക് നേരത്തെ ഇത് അറിയുന്ന ഒരു കാര്യമാണ്. വൈ ഷുഡ് ഐ ചെക്ക്? നോ നീഡ് ടു ചെക്ക്. ഇതിങ്ങനെയല്ലേ വ്യക്തിയെന്ന് എനിക്കറിയാം. ഓവർ കോൺഫിഡൻസ് ഒബ്വിയസ്ലി. ദ നെക്സ്റ്റ്, ഐ ന്യൂ വി ഷുഡ് ഫെയിൽ, we would fail. ഇതേതാ? I knew we would fail. Prejudice. അത് തന്നെ, prejudice. ഓക്കെ, അസംഷനും കൺഫർമേഷനും പ്രെജുഡിസ് ഒക്കെ കൂടിയാണത്. ഓവർ തിങ്കിങ് ഒക്കെ ഇതിൽ വരും. ഞാൻ പിന്നെ അതിലേക്കൊന്നും കടന്നിട്ടില്ല, എല്ലാ തിങ്കിങ് ട്രാപ്പിലേക്ക് ഇന്ന് പോകുന്നില്ല. എന്തോ പറഞ്ഞല്ലോ? കൺഫർമേഷൻ ബയാസ് താങ്കൾ എഴുതിയത് വായിച്ചാണ്. താങ്ക് യു. ഫൈൻ. സി, കൺഗ്രാറ്റുലേഷൻസ്. Now you can officially doubt your own thinking. We start doubting our own thinking വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ആപ്പിൾ വീണപ്പോൾ മൂപ്പർക്ക് തിങ്കിങ് വന്നേ. നമ്മൾ ഡൗട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. വൈ ഇറ്റ് ഹാപ്പൻഡ്? ശരി, സിമ്പിൾ തിങ്കിങ് ടൂൾ കിറ്റ്. നിങ്ങൾക്ക് അറിയാത്തതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. വാട്ട് എൽസ് കുഡ് ബി ട്രൂ? വേറെന്താ ഒരു സത്യം ഇതിനൂടെ ഉള്ളത്? ഇതല്ലാത്തത് വേറെന്താ? ആം ഐ അസ്യൂമിങ് സംതിങ്? ഞാൻ എന്തെങ്കിലും ഊഹിച്ചിട്ടാണോ നോക്കുന്നത്? Got it confirmed or what? What if I am wrong? ഇതൊരു വലിയ സാധനം. ഞാനും തെറ്റാം. What if I am wrong? The deepest trap of all is the deepest trap of, just a moment, it's working weird or what? Okay, the deepest trap of all is what? See, നമുക്ക് കൺഫർമേഷൻ ബയസിനെ പറ്റി പഠിക്കാം, അസംഷനെ പറ്റി പഠിക്കാം, ഓവർ കോൺഫിഡൻസ്, ഓവർ തിങ്കിങ്, പ്രിജുഡൈസ്, whatever you say. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മൾ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം എന്നറിയോ? നമുക്ക് ഇതൊക്കെ അറിയാം, ഇങ്ങനെ ട്രാപ്പൊക്കെ ഉണ്ട്, നമുക്കറിയാം.
എന്തുകൊണ്ടാണെന്നറിയോ? We don't ഹലോ, change our thinking behavior. തിങ്കിങ് ബിഹേവിയർ ആണ്. ഒരു സ്ട്രെയിറ്റ് ആൻസർ ഉണ്ട്. തിങ്കിങ് ബിഹേവിയർ ആണ് ഒബ്വിയസ്ലി ഒരു സ്ട്രെയിറ്റ് ആൻസർ ഉണ്ട്. ഞാൻ പറയാം. that we don't believe, we believe that we don't have any. നമ്മൾ വിചാരിക്കുന്നത് ഇത് നമുക്കില്ലെന്ന്. പലരും അങ്ങനെ വിചാരിക്കുന്നത്. പലരും നല്ല ഞാനടക്കം. ഈ ഈ ഈ ഒരു തിങ്കിങ്ങിൽ ഇതൊരു തിങ്കിങ് ട്രാപ്പാ. എനിക്ക് ഇങ്ങനെ ഒരു തിങ്കിങ് ട്രാപ്പ് ഇല്ല. ഞാൻ അങ്ങനെ ഒരു ട്രാപ്പിന് അടിമപ്പെട്ടതല്ല. ഐ എം റൈറ്റ്. അപ്പോഴൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വാട്ട് ഇഫ് ഐ എം റോങ്. ഇതില് ഒരു 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 സ്റ്റോറി പറയാൻ എനിക്ക് തോന്നുന്നത്, നമ്മുടെ 28 മിനിറ്റേ ഉള്ളൂ. The smartest people are not those who are always right, but those who are willing to question themselves. നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്താണ് ഇതിന്റെ പരിഹാരം തുടങ്ങുന്നത്. വേറെ പരിഹാരങ്ങളൊന്നുമില്ല. വാട്ട് ഇഫ് ഐ എം റോങ്? ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്. അങ്ങനെ ഒരു തോട്ടിലേക്ക് വരുന്ന ടൊയോട്ടയുടെ ഒരു രീതിയാണ് അവർ WHY 5 വൈസ് ആണ് അവരൊരു പ്രോബ്ലം എന്നാ നോക്കുക. വൈ അങ്ങനെ ആ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്തു, വൈ എഞ്ചിന്റെ ക്രാങ്ക് സ്റ്റോപ്പ്, വൈ അവസാനം അവർ ആ സപ്ലയറിന്റെ ആ ഒരു റോ മെറ്റീരിയലിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷന്റെ പ്രോസസ്സിലെ പ്രോബ്ലമാണ് എന്ന് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ എന്താണോ അതിന്റെ റിയൽ റൂട്ട് കോസ് കിട്ടുന്നത് വരെ ദേ ഗോ ബിഹൈൻഡ്, ദേ നേരോ ഡോൺ ഹോൾഡ് ദിസ് പ്രോബ്ലം. See, our brain loves shortcuts. No doubt about it. There was a time, നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ വളരെ ഷുവർ അബൌട്ടാണ് ആ പേഴ്സണെ പറ്റി, അയാളെ പറ്റി ഐ ആം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഒരു തരത്തിലുള്ള വ്യത്യാസം എനിക്കില്ല. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് ജഡ്ജ് ചെയ്ത് ഞാൻ അയാൾക്കെതിരെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ബട്ട് ലേറ്റർ ഓൺ മനസ്സിലാവും, അല്ലടാ അതങ്ങനെയല്ല, അയാൾ അങ്ങനെയല്ല. ഞാനൊരു ചെറിയൊരു കഥ പറയാം, നിങ്ങൾക്കൊക്കെ അറിയുന്ന കഥയാണ്. നമ്മൾ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് നമ്മുടെ ലൈഫിൽ വി ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. അതൊന്നൊരു രീതി ഞാൻ പറയാം. നിങ്ങൾക്കറിയാം സ്റ്റീഫൻ ആർ കോവയുടെ പുസ്തകം 7 ഹാബിറ്റ്സ്. ഞാൻ അതിലൊരു ചെറിയൊരു സ്റ്റോറി. ഒരു വാർഷിപ്പ് രാത്രി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഷിപ്പ് എതിരെ വരുന്ന കപ്പലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, സർ പ്ലീസ് ചേഞ്ച് ദ കോഴ്സ്. അപ്പൊ അവിടുന്ന് മെസ്സേജ് വരുന്നു, മറുപടി വരുന്നു, സോറി വി കാണ്ട്. അഗെയിൻ ഇവിടുന്ന് അങ്ങോട്ടൊരു മെസ്സേജ് പോകുന്നു, സർ ദിസ് ഇസ് എ വാർഷിപ്പ്, ബെറ്റർ യു ചേഞ്ച് ദ കോഴ്സ്. അവിടുന്ന് മറുപടി വരുന്നു, സോറി സർ യു ബെറ്റർ ചേഞ്ച് ദ കോഴ്സ്. നിങ്ങൾ തന്നെ വഴിമാറി പോകുന്നു. ഒടുവിൽ മെസ്സേജ് പോകുന്നു, ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇഫ് യു ഡോണ്ട് ചേഞ്ച് ദ കോഴ്സ് ദ കോൺസിക്വൻസ് വിൽ ബി ഡിസാസ്ട്രസ്. വഴിമാറിയില്ലെങ്കിൽ, മുണ്ടക്കൽ ശേഖര വഴിമാറാന്ന് പറഞ്ഞില്ലേ, വഴിമാറിയില്ലെങ്കിൽ പ്രശ്നമായിരിക്കും എന്നൊരു മെസ്സേജ് വിടുമ്പോൾ അവിടുന്ന് മറുപടി വരികയാണ്, സർ ദിസ് ഇസ് എ ലൈറ്റ് ഹൗസ്, ഹാഫ് നോളജ് ഈസ് ഡേഞ്ചറസ്. നമ്മളെപ്പോഴും അപ്പുറത്തൊരാൾ ഇന്നതാണ്. മദർ ട്രേസ പറഞ്ഞ വലിയൊരു സാധനമുണ്ട്, when you keep judging people, when will you have the time to love them? ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് നിൽക്കുന്ന സമയം നമ്മൾ എപ്പോഴും അവരെ സ്നേഹിക്കുന്നത്. I'm completing, it's over. എൻ്റെ ഒരു അടുത്ത 24 hours ഞാൻ തരുന്നൊരു അസൈൻമെന്റ്, കീപ് ഇൻ മൈൻഡ്. ഒരു എൻ്റെ എല്ലാ വിനയത്തോടെയും തരുന്നൊരു അസൈൻമെന്റ്, എനിക്ക് അടക്കം തരുന്ന അസൈൻമെന്റ്. അടുത്ത 24 hours pause once. Anything comes in front of you, instead of responding, ആ റെസ്പോൺസ് വരുന്നതിന് മുമ്പ് യു സ്റ്റിമുലേറ്റ് യുവർ സെൽഫ്. ആ റെസ്പോൺസിന്റെ മുമ്പ് pause once. Question yourself, question once, at least once. Why she is behaving like that? Why he behaves like that? What could be truth other than this? What if I am wrong? Guys, grow. This is what happens when we pause, question ourselves. It will be helping us to grow. Confirmation bias, assumption trap, which we discussed, and overconfidence trap. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. 31 minutes and 47 seconds ആയി. ഐ എം സോറി, 30 seconds എന്ന് പറഞ്ഞായിരുന്നു, 30 minutes എന്ന് പറഞ്ഞായിരുന്നു. Q&A നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളിൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുകയായിരിക്കും ഉണ്ടാവുക.
നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ ഉത്തരം നിങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും പറഞ്ഞേക്കാം. ഞാനും നോക്കാം. ഒരാൾ റൈസ് ചെയ്തിട്ടുണ്ട്. ആരാണ് റൈസ് ചെയ്താൽ സംസാരിച്ചോളൂ? വിവോ വിവോ V60. ഓക്കെ. ഈ സൂമില് ഈ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അടുത്ത പ്രാവശ്യമെങ്കിലും എല്ലാവരും പേര് ചേഞ്ച് ചെയ്താൽ നമുക്ക് വിളിക്കാൻ. ഏതായാലും മിസ്റ്റർ വിവോ ഒരു മിസ് വിവോ കൈപൊക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിളിച്ചേ. അല്ലെ, ആർക്കും സംസാരിക്കാനില്ലേ? സമയം കഴിഞ്ഞതുകൊണ്ടാണോ? അല്ല സാർ, സമയം നമുക്കിങ്ങനെ കഴിഞ്ഞോ? കേട്ടില്ല. അല്ല സാർ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. പ്ലീസ് 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 ഷൂട്ട്. അത് നമുക്ക് ആദ്യമേ ഇങ്ങനെ ഇപ്പൊ നമ്മള് എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് മാറ്റേഴ്സ് ആണെങ്കിലും നോട്ട്സ്, ഇപ്പൊ എനിക്ക് ഉണ്ടായ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലമാ ഇത്. ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്ത് കൊടുത്തു, സാർ റിപ്ലൈ ചെയ്തില്ല, കറക്റ്റ് ചെയ്ത് തന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. ഞാൻ ഉടനെ എന്താ ചെയ്തെന്ന് വെച്ചാൽ, മേ ബി ഫൂളിഷ്നെസ് ആയിരിക്കും, ഞാൻ ജെമിനിയോട് ചോദിച്ചു. ഐ എം വെരി സാഡ്. മീൻസ് നമ്മൾ അവിടെയും ഷോർട്ട് കട്ട് അല്ലേ തേടുന്നത്? എന്തുകൊണ്ടായിരിക്കും സാറ് നോട്ട്സ് ഞാൻ തരാൻ? ചോദിക്കട്ടെ, ആ സാഡാകുന്നതിന്റെ കാരണം എന്താ? നമ്മള് നോട്ട്സ് അയച്ചു, അയാൾ റെസ്പോണ്ട് ചെയ്തില്ല. ഈ ആൾ അത് കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം. നമ്മളാകെ ബ്ലൂടിക്കിന് പുറകെ. കണ്ടിട്ടുണ്ട്, അല്ല, ബ്ലൂടിക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ? ആ പലപ്പോഴും വാട്സപ്പിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബ്ലൂടിക്ക് കണ്ടയാൾ കണ്ടുകൊള്ളുന്നില്ല. കാരണം ബ്ലൂടിക്ക് അയാൾ ടച്ച് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ഹി മൈറ്റ് ബി ഇൻ എ സം ഓഫ് ദ സിറ്റുവേഷൻ. അതൊന്ന് ഗോ ത്രൂ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ട് കാണില്ല. ആൾക്കാർ ഈ മൊബൈലിന്റെ പ്രശ്നം അതാണ്. എല്ലാവരും ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും ആയിരിക്കും ഓരോ നിമിഷവും. മനുഷ്യന്മാരല്ലേ? അപ്പൊ അയാളുടെ സിറ്റുവേഷൻ എന്താ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് അയാള് ബ്ലൂടിക്ക് കണ്ടല്ലോ, പിന്നെ കണ്ടിട്ട് എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്. അപ്പൊ ഈ ഒരു അതങ്ങ് നമ്മളങ്ങോട്ട് മാറ്റിയാൽ, നമ്മളെ സ്വയം അങ്ങോട്ട് മാറ്റിയാൽ മതി. അയാൾ ബിസി ആയിരിക്കാം. ഹി മൈറ്റ് ബി ഇൻ എ ഹോസ്പിറ്റൽ ഓർ മേ ബി ഡ്രൈവിംഗ്. ഹി ജസ്റ്റ് സോ ഇറ്റ്, ഹി ഡിഡ്ന്റ് റീഡ് ഇറ്റ്. രണ്ട് വ്യത്യാസമുണ്ട്. കാണുന്നതും വായിക്കുന്നതും വ്യത്യാസമുണ്ട്. ഇനി ആൾ കണ്ടു, വായിച്ചു, മനസ്സിലാക്കി, but he didn't have a time to respond. Maybe he in an interview. He is about to get an interview. Or maybe he is about to get into something else. ഇങ്ങനെയാവുമല്ലോ. നമ്മൾ ആ തോട്ടിലേക്ക് മാറിയാൽ നമുക്ക് വലിയ സമാധാനം കിട്ടും. ഞാൻ ഇത് എന്നെക്കാളും നന്നായിട്ട് പറയാൻ ആരെങ്കിലും ഇവിടെ കാണും. എന്നെക്കാളും ചോറുണ്ടവരാരുണ്ടെങ്കിലും പറയാട്ടോ. ശരി, അടുത്തവര്. സാർ ഒന്ന് ഇടപെട്ടോട്ടെ. പ്ലീസ്, കഴിഞ്ഞോ? അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറുകളും പിന്നെ ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യാറ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആരും വന്നിട്ട് ഞാൻ നോർമലി ട്രെയിനിങ്ങിൽ അത് Q&A അതിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയതാട്ടോ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. 6:58 ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. എന്നാൽ ഓക്കെ 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 6:58 ഉണ്ടല്ലോ, എനിക്ക് 1 മിനിറ്റ് എന്തായാലും ഉണ്ടല്ലോ. അതെ സാർ പറഞ്ഞോളൂ. ഒരു ലണ്ടൻ സബ്വേ, വളരെ ട്രാങ്കിൾ, സെറീൻ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ആ അറ്റ്മോസ്ഫിയറിൽ, ആ ഒരു എൻവയൺമെന്റിലേക്ക് കുറെ ആളുകൾ യോഗ ചെയ്യുന്നുണ്ട്, പത്രം വായിക്കുന്നവരുണ്ട്, ലാപ്പിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. അത്രയും സെറീനാണ്, അത്രയും വളരെ കൂളായിട്ടുള്ള ഒരു എൻവയൺമെന്റ്. ആ എൻവയൺമെന്റിൽ ഒരു അച്ഛനും 3 മക്കളും കടന്നു വരും. ആ അച്ഛൻ അവിടെ ഒരു മൂലക്കിരിക്കുന്നു. ഈ 3 മക്കൾ ചെറിയ കുട്ടികളാണല്ലോ, റെസ്ലെസ്സാണ്. അവര് ഈ യോഗ തലകുത്തി നിൽക്കുന്നവന്റെ മൂക്ക് കയറുന്നു, ലാപ്പ് എടുത്ത് വലിച്ച് താഴെ ഇടുന്നു, ന്യൂസ് പേപ്പർ എടുത്ത് വലിച്ചു കയറുന്നു. ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ മൊത്തം മെസ്സാക്കുന്നു. ആകെ കൂടെ പ്രശ്നം. അപ്പൊ ഈ അടുത്തിരിക്കുന്നയാള് ഈ അച്ഛനോട് പറയാണ്, യു സി, ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ഇങ്ങനെയാണ് കുട്ടികൾ പെരുമാറണ്ടേ, ഒന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞപ്പം അയാൾ തിരിച്ചു പറയാ, ഐ വിഷ് ഐ കുഡ്. ആ മക്കളുടെ അമ്മ 5 മിനിറ്റ് മുമ്പാണ് മരിച്ചത്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരികയാണ്. അത് പറയുന്നതോടു കൂടി ആ സമയത്ത് അതുവരെ അയാളെ വില്ലനായി കണ്ട അവിടെയുള്ള മുഴുവൻ ആളുകൾ സെയിം പേജിലേക്ക് വരികയാണ്. നമ്മൾ സ്വയം ആ തലത്തിലേക്ക് ഇരുന്നാൽ മറ്റുള്ളവന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ലൈഫ് വിൽ ബി വെരി ഈസി. ഓവർ ടു ഷമീമ. താങ്ക് യു. താങ്ക് യു സാർ. വളരെ എനർജറ്റിക് ആയ ഒരു ദിവസം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. ഡിവിഷന്റെ 225-ാമത്തെ ദിവസം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. ഒരു വളരെ നല്ലൊരു മൊമെന്റ് ആണ്. 225 എന്നൊരു നാഴികക്കല്ലായി തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ദിവസമാണ്. തുടർച്ചയായ 225 ദിവസങ്ങൾ 225 പേരുമായി നമ്മൾ സംവദിച്ചു.
പ്രിയപ്പെട്ട ഷൗക്കത്ത് സാറിന് ഡിവിഷൻ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അവരെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, പുതിയ ആൾക്കാരൊക്കെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സാറിന്റെ വിഷയം തിങ്കിങ് ട്രാപ്സ്, ചിന്തകളിലെ ചതിക്കുഴികൾ, വളരെ മനോഹരമായി സാറ് പറഞ്ഞു തന്നു. നമ്മുടെ അപ്പോ സാറിന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്, നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ്, നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹിക്കാനുള്ള കാരണങ്ങളും വെറുക്കാൻ തുടങ്ങുമ്പോൾ വെറുക്കാനുള്ള കാരണങ്ങളും തേടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. ചിലപ്പോൾ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ തേടി പിടിച്ചു കൊണ്ടിരിക്കും. അത് മനസ്സിന്റെ ഒരു ട്രാപ്പാണ്. നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മളത് വേദനിച്ചു കൊണ്ടേയിരിക്കും. അത് തിരിച്ചറിയാൻ തുടങ്ങിയാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് സാർ ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയും ടേബിളിലൂടെയും നമുക്ക് ഇവിടെ പറഞ്ഞു തന്നത്. സാറിന്റെ ലാസ്റ്റ് പറഞ്ഞൊരു കഥ വളരെ സ്പർശിച്ചു. മമ്മൂട്ടിയുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, ഒരു ബസ് യാത്ര. ബസ്സിൽ എല്ലാവരും ഭയങ്കര ട്രിപ്പ് മൂഡിലാണ്, കുട്ടികൾ യുവാക്കൾ ആഘോഷമായിട്ട് പാട്ട് പാടി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട്, ഒന്ന് നിർത്തുവോ, നിങ്ങൾ എന്താണ് ഈ കളിക്കുന്നതെന്നൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇയാളെ വെറുപ്പോടെ നോക്കുന്നു. ഈ മനുഷ്യൻ എന്താണ് യാത്രയുടെ ഒരു രസം കൊല്ലിയാണ്, ഇയാൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇയാളെ ബസ്സിലെ എല്ലാവരും മമ്മൂട്ടിയെ ഇങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് മമ്മൂട്ടിന്റെ വീടിനടുത്തെത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ട് വീട്ടിലേക്ക് മകനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം വരുന്നത് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവിൽ എല്ലാവരും നിശബ്ദരായി പോകുന്നൊരു നിമിഷമുണ്ട്. അപ്പോ നമ്മള് ആരെ കാണുമ്പോഴും മുൻവിധികളോടെ പെരുമാറാൻ തുടങ്ങിയാൽ നമുക്കത് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിൽ നിലനിന്ന് പോയേക്കാം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർ പറഞ്ഞല്ല, സ്വന്തം അനുഭവത്തിൽ കൂടി നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാനും പഠിക്കാനും സ്നേഹിക്കാനും പഠിക്കാം. നമ്മുടെ മനസ്സിന്റെ ചതിക്കുഴികളെ നമുക്ക് ഓവർകം ചെയ്യാൻ പഠിക്കാം. എന്തായാലും വളരെ നല്ലൊരു ചിന്തകൾ ഞങ്ങളിലേക്ക് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. പ്രിയപ്പെട്ട ഡയറക്ടർ നൂസിയ മാം, ടീം ഇൻചാർജ് സലീം സാർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പുതിയൊരു ഊർജ്ജത്തോടെ പുതിയ ചിന്തയോടെ പ്രവേശിക്കുകയാണ്. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. Thank you. Have a great day.